ഹലോ സ്റ്റുഡൻസ്, +1 മാത്തമാറ്റിക്സ് സെറ്റ്സ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ 10ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സിൽ യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഡിഫറൻസ് ആൻഡ് കോംപ്ലിമെൻറ്റ്സ് നമ്മൾ പഠിച്ചു. ഓപ്പറേഷൻസ് യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. NCERT +1 മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് 1.4 നമുക്ക് ഡിസ്കസ് ചെയ്യാം. Problems. First problem, A equal to set of all x such that x is a natural number and 1 less than x less than or equal to 6. B equal to set of all x such that x is a natural number and 6 less than x less than 10. Find A union B, A intersection B, A complement, B complement, A minus B and B minus A. Given A and B in set builder form. First write these A and B in roster form. അപ്പോൾ എയും ബിയും റോസ്റ്റർ ഫോമിൽ എഴുതാം. എയിലെ എലമെന്റ്സിന്റെ പ്രത്യേകത എന്താ? നാച്ചുറൽ നമ്പർ ആണ്. നാച്ചുറൽ നമ്പർ മീൻസ് 1, 2, 3, 4 എക്സെട്ര നമ്പേഴ്സ് ആൻഡ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. 1 ലെസ് ദാൻ എക്സ് ആണ്. ദാറ്റ് മീൻസ് 1നേക്കാളും ഗ്രേറ്റർ ആണ്. അപ്പോൾ 2, 3, 4, 5 ഈക്വൽ ടു 6 ആയതുകൊണ്ട് 6ഉം കൂടെ ഉൾപ്പെടും. A equal to 2, 3, 4, 5, 6. B equal to again natural number and 6 less than x less than 10. 6ഉം 10ഉം ഇല്ല, ഈക്വൽ ടു ഇല്ലാത്തത് കൊണ്ട് 6ഉം 10ഉം ഈ സെറ്റിലെ എലമെന്റ് അല്ല. 6നും 10നും ഇടയിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാ? 7, 8, 9. B equal to 7, 8, 9. അപ്പോൾ എയും ബിയും റോസ്റ്റർ ഫോമിൽ എഴുതി. നെക്സ്റ്റ് എ യൂണിയൻ ബി. യൂണിയൻ മീൻസ് എയിലെയും ബിയിലെയും എല്ലാ എലമെന്റ്സും എഴുതണം. ഫസ്റ്റ് എയിലെ എലമെന്റ്സ് 2, 3, 4, 5, 6. നെക്സ്റ്റ് ബിയിലെ എലമെന്റ്സ് എഴുതുക 7, 8, 9. അപ്പോൾ എയിലെയും ബിയിലെയും എല്ലാ എലമെന്റ്സും എഴുതിയാൽ എ യൂണിയൻ ബി കിട്ടും. നെക്സ്റ്റ് ഫൈൻഡ് എ ഇന്റർസെക്ഷൻ ബി. 2, 3, 4, 5, 6 ഇൻ എ, 7, 8, 9 ഇൻ ബി. ഇന്റർസെക്ഷൻ മീൻസ് കോമൺ എലമെന്റ്സ്, പൊതുവായ എലമെന്റ്സ്. എയിലും ബിയിലും പൊതുവായ എലമെന്റ്സ് ഉണ്ടോ? ഇവിടെ 2 മുതൽ 6 വരെയുള്ള എലമെന്റ്സ്, ഇവിടെ 7 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എയിലും ബിയിലും എന്തില്ല? പൊതുവായ എലമെന്റ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എംപ്റ്റി സെറ്റ്. എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് കണ്ടുപിടിക്കാൻ നമ്മളുടെ ക്വസ്റ്റ്യനിലുള്ള എല്ലാ എലമെന്റ്സും എഴുതിയാൽ മതി. അപ്പോൾ 2, 3, 4, 5, 6, 7, 8, 9 ഇതാണ് യൂണിവേഴ്സൽ സെറ്റ് കിട്ടുന്നത്. ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ എലമെന്റ്സും എഴുതണം. അതിന് എ ഡാഷ് കണ്ടുപിടിക്കുക. അത് എ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് ഈക്വൽ ടു സെറ്റ് 2, 3, 4, 5, 6 അതാണല്ലോ എ കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റ്സ് മീൻസ് ഇത്രയും എലമെന്റ്സ് എഴുതാൻ പാടില്ല. കോംപ്ലിമെന്റിന്റെ ഇവിടെയുള്ള ഈ എലമെന്റ്സ് എഴുതാൻ പാടില്ല. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് നോക്കിയിട്ട് റിമൈനിങ് എലമെന്റ്സ് എഴുതണം.
2, 3, 4, 5, 6 എഴുതാൻ പാടില്ല. അപ്പൊ ഏതാ എഴുതേണ്ടത്? 7, 8, 9. നെക്സ്റ്റ് ബി കോംപ്ലിമെന്റ്. ബി ഈസ് 7, 8, 9 കോംപ്ലിമെന്റ്. അപ്പൊ ഏത് എഴുതാൻ പാടില്ല? 7ഉം 8ഉം 9ഉം എഴുതാൻ പാടില്ല. ബാക്കിയുള്ള എലമെന്റ്സ് എഴുതണം. ബാക്കി ഏതൊക്കെ എലമെന്റ്സ് ആണ് വരുന്നത്? 2, 3, 4, 5, 6. അപ്പൊ കോംപ്ലിമെന്റ് എഴുതുമ്പോൾ ഈ കോംപ്ലിമെന്റ് എന്ന് എഴുതിയിട്ടുള്ളതിന്റെ താഴെയുള്ള ഇത്രയും എലമെന്റ്സ് എഴുതാൻ പാടില്ല. ദാറ്റ് മീൻസ് എയിലെ എലമെന്റ്സ് ഒന്നും എഴുതാൻ പാടില്ല. ബി കോംപ്ലിമെന്റ് ആണെങ്കിൽ ബിയിലെ എലമെന്റ്സ് ഒന്നും എഴുതാൻ പാടില്ല. നെക്സ്റ്റ് എ മൈനസ് ബി. എ മൈനസ് ബി, എയിൽ മാത്രമുള്ള എലമെന്റ്സ്. 2 ബിയിലുണ്ടോ? ഇല്ല. അപ്പൊ 2, 3, 4, 5, 6 ഇതൊന്നും ഏതിലില്ല? ബിയിലില്ല. അപ്പൊ എയിൽ നിന്നും ബിയിലുള്ള എലമെന്റ്സ് ഒഴിവാക്കണം. പക്ഷെ ഇവിടെ ഒഴിവാക്കാൻ ഒരു എലമെന്റും ഏതിലില്ല? ബിയിൽ ഇല്ല. ഹെൻസ് എ മൈനസ് ബി ഈക്വൽ ടു സെറ്റ് 2, 3, 4, 5, 6. ഹിയർ എ ആൻഡ് ബി ആർ ഡിസ്ജോയിന്റ് സെറ്റ്സ്. രണ്ടും ഡിസ്ജോയിന്റ് ആയതുകൊണ്ട് എ മൈനസ് ബി ഈക്വൽ ടു എ ആയിരിക്കും. ബി മൈനസ് എ ഈക്വൽ ടു എന്തായിരിക്കും? ബി ആയിരിക്കും അല്ലേ? ബി മൈനസ് എ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ബിയിൽ 7, 8, 9. ആ 7ഉം 8ഉം 9ഉം ഏതിലില്ല? എയിലില്ല. എയിലുള്ള എലമെന്റ്സ് ആണ് ഒഴിവാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ ഒരു എലമെന്റും ഇല്ല. ഹെൻസ് ബി മൈനസ് എ ഈക്വൽ ടു സെറ്റ് 7, 8, 9. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഈക്വൽ ടു സെറ്റ് 3, 5, 7, 9, 11. ബി ഈക്വൽ ടു സെറ്റ് 7, 9, 11, 13. C equal to set 11, 13, 15. And D equal to set 15, 17. Find A intersection B. First, A എന്ന് പറഞ്ഞ സെറ്റ് എഴുതുക. ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ സെറ്റ്. എയും ബിയും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇന്റർസെക്ഷൻ മീൻസ് കോമൺ എലമെന്റ്സ്, പൊതുവായ എലമെന്റ് ഏതൊക്കെയാ? 3, 5 ഇതിലില്ലാലോ. ഇതിലുള്ള എലമെന്റ് ഏതാണ്? 7, 9, 11. അപ്പോ എയിലും ബിയിലും 7, 9, 11 ഉണ്ട്. ഹെൻസ് ഇന്റർസെക്ഷൻ ഈക്വൽ ടു 7, 9, 11. നെക്സ്റ്റ് എ യൂണിയൻ ബി യൂണിയൻ സി. നമുക്ക് ആദ്യം എയും ബിയും സിയും സെറ്റ് എഴുതാം. എ യൂണിയൻ ബി യൂണിയൻ സി. യൂണിയൻ മീൻസ് റൈറ്റ് ഓൾ എലമെന്റ്സ്. ഈ 3 സെറ്റിലുമുള്ള എല്ലാ എലമെന്റും എഴുതണം. ഏതൊക്കെ വരിക? 3, 5, 7, 9, 11. 7, 9, 11 നമ്മൾ എഴുതി. അതുകൊണ്ട് അത്രയും എലമെന്റ്സ് എഴുതണ്ട. പിന്നെ എന്തുണ്ട്? 13. 11, 13 നമ്മൾ ഒരു പ്രാവശ്യം എഴുതി. റിപ്പീറ്റ് ചെയ്ത് സെറ്റിൽ എലമെന്റ്സ് എഴുതേണ്ട. ബാക്കി ഏതാ ഉള്ളത്? 15. അപ്പോ ഈ 3 സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും എഴുതുക. റിപ്പീറ്റ് ചെയ്ത് എലമെന്റ്സ് എഴുതരുത്. നെക്സ്റ്റ് എ ഇന്റർസെക്ഷൻ സി ഇന്റർസെക്ഷൻ ഡി. എയും സിയും ഡിയും സെറ്റ് എഴുതാം. എ ഇന്റർസെക്ഷൻ സി ഇന്റർസെക്ഷൻ ഡി. അപ്പൊ ഇതില് കോമൺ ആയിട്ടുള്ള എലമെന്റ് ഏതാണ്? 3. ഇതിലൊന്നും 3 ഇല്ല. 5 ഇല്ല, 7 ഇല്ല, 9 ഇല്ല അല്ലെ. 3, 5, 7, 9 ഒന്നും ഇതിലില്ല. പിന്നെ 11. ഹിയർ 11. ഹിയർ ഓൾസോ 11. ബട്ട് ഇവിടെ എന്തില്ല? 11 ഇല്ല. അപ്പൊ ഈ 3 സെറ്റിലും കോമൺ ആയിട്ട് എലമെന്റ് ഒന്നും ഇല്ല. 15ഉം 17ഉം ഇവിടെ ഒന്നും 15 ഇല്ല, 17ഉം ഇല്ല. അപ്പൊ എയിലും സിയിലും ഡിയിലും കോമൺ ആയിട്ട് എലമെന്റ്സ് ഇല്ല. അപ്പൊ നമ്മൾ എലമെന്റ്സ് ഒന്നും ഇല്ലാത്ത സെറ്റ്, ദാറ്റ് ഈസ് എംപ്റ്റി സെറ്റ്. നെക്സ്റ്റ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. അപ്പൊ നമുക്ക് ബ്രാക്കറ്റ് വന്നാൽ ഫസ്റ്റ് ബ്രാക്കറ്റിലുള്ളത് തന്നെ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം ബ്രാക്കറ്റിലുള്ളത് കണ്ടുപിടിക്കാം. ബി യൂണിയൻ സി. ബി യൂണിയൻ സി. ബിയും സിയും എഴുതി. യൂണിയൻ ആണ്. അപ്പൊ ഓപ്പറേഷൻ ഏതാണെന്ന് നോക്കുക. യൂണിയൻ ആണെങ്കിൽ എല്ലാ എലമെന്റ്സും എഴുതുക. ഇന്റർസെക്ഷൻ ആണെങ്കിൽ പൊതുവായ എലമെന്റ്സ് എഴുതുക. അത് മാത്രമേ അറിയാണ്ടുള്ളൂ.
അപ്പോൾ 7, 9, 11, 13, 15 ഈ രണ്ട് സെറ്റിലുമുള്ള എല്ലാ എലമെന്റ്സും എഴുതി. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റിലുള്ളത് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തു. നെക്സ്റ്റ് കംപ്ലീറ്റ് എടുക്കുക. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ ബി യൂണിയൻ സിന്റെ ആൻസറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ 3, 5, 7, 9, 11 ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി 7, 9, 11, 13, 15. അപ്പോൾ എ ഈ സെറ്റ് എഴുതുക, ബി യൂണിയൻ സി നമുക്ക് ഇവിടെ കിട്ടിയ ആൻസർ എഴുതുക. മിഡിൽ ഓപ്പറേഷൻ ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷൻ മീൻസ് ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്. 3, 5 ഇവിടെ ഇല്ലല്ലോ. 7, 9, 11 ഈ രണ്ട് സെറ്റിലും ഉണ്ട്. ഹെൻസ് ആൻസർ ഈസ് സെറ്റ് 7, 9, 11. നെക്സ്റ്റ് എ യൂണിയൻ ഡി ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ബ്രാക്കറ്റിലുള്ളത്. ഫസ്റ്റ് ബ്രാക്കറ്റിലുള്ള എ യൂണിയൻ ഡി. എ യൂണിയൻ ഡി. യൂണിയൻ മീൻസ് കംപ്ലീറ്റ് എലമെന്റ്സ്. 3, 5, 7, 9, 11, 15, 17 കംപ്ലീറ്റ് എലമെന്റ്സ് എഴുതി. നെക്സ്റ്റ് ബി യൂണിയൻ സി. ബി യൂണിയൻ സി കംപ്ലീറ്റ് എലമെന്റ്സ് എഴുതുക. 7, 9, 11, 13 11, 13 എഴുതി. പിന്നെ 15. അപ്പൊ ഈ രണ്ട് സെറ്റിലെയും കംപ്ലീറ്റ് എലമെന്റ്സ് ഇവിടെ എഴുതുക. ഈ രണ്ട് സെറ്റിലെയും കംപ്ലീറ്റ് എലമെന്റ്സ് ഇവിടെയും എഴുതുക. നെക്സ്റ്റ് എ യൂണിയൻ ഡി ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. എ യൂണിയൻ ഡി നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതവിടെ എഴുതുക. നെക്സ്റ്റ് ബി യൂണിയൻ സി ഇത്, അത് രണ്ടും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് സെറ്റിലും ഇന്റർസെക്ഷൻ ആണ് മിഡിലിൽ വരുന്നത്. കോമൺ ആയിട്ടുള്ള എലമെന്റ് ഏതാ? 3, 5 ഇവിടെ ഉണ്ടോ? ഇല്ല. 7, 9, 11, 15 7, 9, 11, 15 ഈ രണ്ട് സെറ്റിലും 7, 9, 11, 15 ഉണ്ട്. 17 ഇല്ല, പിന്നെ 13 ഇല്ല. അപ്പോ 7, 9, 11, 15 ആണ് ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ്. നെക്സ്റ്റ് എ മൈനസ് ബി ഇന്റർസെക്ഷൻ സി. അപ്പോൾ ഫസ്റ്റ് ബ്രാക്കറ്റിലുള്ളത് ചെയ്യണം. ബി ഇന്റർസെക്ഷൻ സി. ബി ഇന്റർസെക്ഷൻ സി കോമൺ ആയിട്ട് വരുന്ന എലമെന്റ് 11ഉം 13ഉം. നെക്സ്റ്റ് എ മൈനസ് ബി ഇന്റർസെക്ഷൻ സി. അപ്പൊ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബി ഇന്റർസെക്ഷൻ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ 3, 5, 7, 9, 11 മൈനസ് ബി ഇന്റർസെക്ഷൻ സി ഈസ് 11, 13. അപ്പോ ഇതില് മാത്രമുള്ള എലമെന്റ് 3 ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ 3 വരും. പിന്നെ 5 ഇവിടെ ഉണ്ടോ? ഇല്ല. 7 ഇല്ല. 9 ഇല്ല. 11 ഉണ്ട്. അപ്പോ ഈ സെറ്റിൽ വരുന്നതും ഈ സെറ്റിൽ വരുന്നതുമായിട്ടുള്ള എലമെന്റ് ഏത് മാത്രമാണ്? 11 മാത്രം. അപ്പൊ 11 ഒഴിവാക്കണം അല്ലെ? എയിൽ മാത്രമുള്ള എലമെന്റ് ആണ് എഴുതേണ്ടത്. പക്ഷെ 11 ഇതിലും കൂടെ വരുന്നത് കൊണ്ട് 11 ഒഴിവാക്കി റിമൈനിങ് എലമെന്റ്സ് എഴുതുക. 3, 5, 7, 9 ഇതാണ് എ മൈനസ് ബി ഇന്റർസെക്ഷൻ സി വരിക. അപ്പൊ എ ബി ഇന്റർസെക്ഷൻ സി ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഇവിടെ എഴുതുക. ഇതിലുള്ള എലമെന്റ്സ് ഒഴിവാക്കി റിമൈനിങ് എലമെന്റ്സ് ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A, B and C are given. Verify A intersection B union C equal to A intersection B union A intersection C. A union B intersection C equal to A union B intersection A union C. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെരിഫൈ ചെയ്യണം. അപ്പൊ ഇതിന്റെ LHS സൈഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, RHS സൈഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഈ രണ്ട് ആൻസറും സെയിം ആയിരിക്കണം. നമുക്ക് ഫസ്റ്റ് വൺ കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതാണ് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇതില് ഫസ്റ്റ് എന്താണ്? ബ്രാക്കറ്റിലുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ ബി യൂണിയൻ സി ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. 3, 4, 5, 6 യൂണിയൻ സി. 3, 6, 7, 8 യൂണിയൻ മീൻസ് റൈറ്റ് കംപ്ലീറ്റ് എലമെന്റ്സ്. 3, 4, 5, 6, 7, 8
ഈ രണ്ടിലെയും ബിയിലെയും സിയിലെയും കംപ്ലീറ്റ് എലമെന്റ്സ് എഴുതി. നെക്സ്റ്റ് ഈ LHS പോർഷൻ കംപ്ലീറ്റ് എടുക്കുക. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. ബി യൂണിയൻ സിയുടെ ഈ സ്പേസിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എ 1 2 3 4 ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. വാട്ട് ഈസ് ബി യൂണിയൻ സി? 3 4 5 6 7 8. മിഡിലുള്ള ഓപ്പറേഷൻ ഇന്റർസെക്ഷൻ ആണ്. ഇന്റർസെക്ഷൻ മീൻസ് പൊതുവായ എലമെന്റ്സ്. ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് 1 2 ഇല്ല, 3 4 രണ്ട് സെറ്റിലും ഉണ്ട്. ഹെൻസ് ഇന്റർസെക്ഷൻ ഈസ് സെറ്റ് 3 4. നമുക്ക് LHS പോർഷൻ കിട്ടി. നെക്സ്റ്റ് RHS പോർഷൻ കണ്ടുപിടിക്കുക. RHSൽ ബ്രാക്കറ്റിലുള്ളത് ഫസ്റ്റ് ചെയ്യണം. എ ഇന്റർസെക്ഷൻ ബി 1 2 3 4 ഇന്റർസെക്ഷൻ 3 4 5 6. ഇന്റർസെക്ഷൻ മീൻസ് പൊതുവായ എലമെന്റ്സ്. ഏതൊക്കെയാണ് രണ്ടിലും വരുന്ന എലമെന്റ്? 3 4. നെക്സ്റ്റ് എ ഇന്റർസെക്ഷൻ സി 1 2 3 4 ഇന്റർസെക്ഷൻ 3 6 7 8. പൊതുവായി വരുന്ന എലമെന്റ് 1 2 4 ഇതിലില്ല. അപ്പൊ പൊതുവായിട്ട് ഏതാ ഉള്ളത്? സെറ്റ് 3. അപ്പൊ എ ഇന്റർസെക്ഷൻ ബിയും ഫൈൻഡ് ഔട്ട് ചെയ്തു, എ ഇന്റർസെക്ഷൻ സിയും ഫൈൻഡ് ഔട്ട് ചെയ്തു. നെക്സ്റ്റ് RHS പോർഷൻ കംപ്ലീറ്റ് എടുക്കുക. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. എ ഇന്റർസെക്ഷൻ ബിയും എ ഇന്റർസെക്ഷൻ സിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ ഇന്റർസെക്ഷൻ ബി എത്ര കിട്ടിയ? സെറ്റ് 3 4 യൂണിയൻ സെറ്റ് 3. യൂണിയൻ മീൻസ് റൈറ്റ് കംപ്ലീറ്റ് എലമെന്റ്സ്. അപ്പൊ 3 4 പിന്നെ 3 തന്നെയാണ്, റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട. അപ്പൊ സെറ്റ് 3 4. അപ്പോൾ നമുക്ക് LHS പോർഷൻ കിട്ടിയത് സെറ്റ് 3 4 ആണ്. RHS പോർഷൻ കിട്ടിയത് എന്ത് സെറ്റ് 3 4. ഹെൻസ് വെരിഫൈഡ്. ദാറ്റ് മീൻസ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. അപ്പോൾ ഒരു വെരിഫിക്കേഷൻ പ്രോബ്ലം കിട്ടിയാൽ ഈക്വൽ സൈനിന്റെ ലെഫ്റ്റ് സൈഡിലുള്ളതിന് LHS എന്ന് പറയുന്നത്. അപ്പൊ ആ LHS പോർഷൻ കണ്ടുപിടിക്കുക. ഈക്വൽ സൈനിന്റെ റൈറ്റ് സൈഡിലുള്ള RHS പോർഷനും കണ്ടുപിടിക്കുക. അപ്പൊ LHSഉം RHSഉം ഈക്വൽ ആണെങ്കിൽ വെരിഫിക്കേഷൻ ഓക്കെ ആണ്. നെക്സ്റ്റ് സെക്കൻഡ് വൺ വെരിഫൈ ചെയ്യണം. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. അപ്പോൾ LHS പോർഷനിലുള്ള ബ്രാക്കറ്റ് ബി ഇന്റർസെക്ഷൻ സി, ബി ഇന്റർസെക്ഷൻ സി. ഏതാണ് കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്? രണ്ട് സെറ്റിലും ഇന്റർസെക്ഷൻ ആണല്ലോ ഓപ്പറേഷൻ. അപ്പോൾ 3 6. നെക്സ്റ്റ് LHS പോർഷൻ കംപ്ലീറ്റ് എടുക്കുക. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി. ഏതൊക്കെയാ? 1 2 3 4 യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച 3 6. യൂണിയൻ മീൻസ് എല്ലാ എലമെന്റും എഴുതണം. അപ്പൊ ഏതാ വരിക? 1 2 3 4 6. നെക്സ്റ്റ് RHS പോർഷൻ. അതിൽ ആദ്യം എ യൂണിയൻ ബി കണ്ടുപിടിക്കുക, പിന്നെ എ യൂണിയൻ സി. എ യൂണിയൻ ബി 1 2 3 4 5 6. നെക്സ്റ്റ് എ യൂണിയൻ സി. എ യൂണിയൻ സി 1 2 3 4 6 7 8. രണ്ടിലെ സെറ്റിലെയും എല്ലാ എലമെന്റ്സും എഴുതി. നെക്സ്റ്റ് ഇന്റർസെക്ഷൻ RHS പോർഷൻ കംപ്ലീറ്റ് കൺസിഡർ ചെയ്യുക. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി 1 2 3 4 5 6. ഇന്റർസെക്ഷൻ അത് കോമൺ എലമെന്റ് ആണ് വേണ്ടത്. 1 2 3 4 6 7 8. അപ്പൊ ഈ രണ്ട് സെറ്റിലും പൊതുവായി വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? 1 രണ്ടിലുമുണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, പിന്നെ ഏതുണ്ട്? 5 ഇല്ല അല്ലെ? 5 എന്ന് പറഞ്ഞ എലമെന്റ് ഇതിൽ കാണുന്നില്ല. പിന്നെ ഏതാണുള്ളത്? 6. 6 രണ്ട് സെറ്റിലും ഉണ്ട്. ഹെൻസ് കോമൺ എലമെന്റ്സ് ആർ 1 2 3 4 6. ഇനി LHS പോർഷൻ നോക്കിയേ. 1 2 3 4 6. RHS തന്നെ കിട്ടുന്നത് 1 2 3 4 6. ഹെൻസ് വെരിഫൈഡ്. ദാറ്റ് ഈസ് എ യൂണിയൻ
B intersection C equal to A union B intersection A union C. Next problem. Which of the following pairs of sets are disjoint? അപ്പോൾ ഡിസ്ജോയിന്റ് ആണോ അല്ലയോ എന്ന് വെരിഫൈ ചെയ്യണം. നമുക്കറിയാം രണ്ട് സെറ്റ്സ് എപ്പോഴാണ് ഡിസ്ജോയിന്റ് ആകുന്നത്? കോമൺ എലമെന്റ്സ് ഇല്ലാത്തപ്പോഴാണ് ഡിസ്ജോയിന്റ് ആകുന്നത്. കോമൺ എലമെന്റ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എംപ്റ്റി സെറ്റ്. ആ സെറ്റ്സിന്റെ ഇന്റർസെക്ഷൻ എംപ്റ്റി ആയിരിക്കണം. അപ്പോൾ ഡിസ്ജോയിന്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ ഇന്റർസെക്ഷൻ എംപ്റ്റി സെറ്റ് ആണോ കിട്ടുന്നത് എന്ന് നോക്കിയാൽ മതി. 1, 2, 3, 4 that is first set, and second set is set of all x such that x is a natural number and 4 less than or equal to x less than or equal to 6. അപ്പോൾ നമുക്ക് ഇതിനെ രണ്ടിനെയും റോസ്റ്റർ ഫോമിൽ എഴുതാം. എ ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4. ബി എന്താ? നാച്ചുറൽ നമ്പർ ആണ്. അപ്പോൾ 1, 2, 3, 4 എക്സെട്ര ആ നമ്പേഴ്സ് ആണ്. പിന്നെ എന്താ കണ്ടീഷൻ തന്നിട്ടുള്ളത്? 4നും 6നും ഇടയിലാണ്. പക്ഷെ ഏതുണ്ട്? ഈക്വൽ ടു ഉള്ളത് കൊണ്ട് 4ഉം ഉണ്ട് 6ഉം ഉണ്ട്. അപ്പൊ ബി ഈക്വൽ ടു 4, 5, 6. എ ഇന്റർസെക്ഷൻ ബി 1, 2, 3, 4. ഇവിടെ 4, 5, 6. അപ്പൊ ഏത് കോമൺ ആയിട്ടുണ്ട്? 4 കോമൺ ആണ്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു സെറ്റ് 4. ഒരു എലമെന്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് എന്തല്ല? നോട്ട് ഈക്വൽ ടു എംപ്റ്റി സെറ്റ്. എ ഇന്റർസെക്ഷൻ ബി എംപ്റ്റി സെറ്റ് ആണെങ്കിൽ എയും ബിയും എന്താകുമായിരുന്നു? ഡിസ്ജോയിന്റ് ആകുമായിരുന്നു. പക്ഷേ എ ഇന്റർസെക്ഷൻ ബി എംപ്റ്റി സെറ്റ് അല്ലാത്തത് കൊണ്ട് എ ആൻഡ് ബി ആർ നോട്ട് ഡിസ്ജോയിന്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെറ്റ് എ ഇ ഐ ഒ യു ആൻഡ് ബി ഈക്വൽ ടു സെറ്റ് സി ഡി ഇ എഫ് ഡിസ്ജോയിന്റ് ആണോ നോക്കാം. എ ഇന്റർസെക്ഷൻ ബി ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇ എന്ന് പറഞ്ഞ എലമെന്റ് രണ്ട് സെറ്റിലും ഉണ്ട്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു സെറ്റ് ഇ ആണ് അല്ലെ. ഇവിടെയും ഇ ഉണ്ട്, ഇവിടെയും ഇ എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ട്. അതുകൊണ്ട് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു സെറ്റ് ഇ. അവിടെയും എന്തല്ല? എംപ്റ്റി സെറ്റ് അല്ല. ഹെൻസ് ഹിയർ ഓൾസോ എ ആൻഡ് ബി ആർ നോട്ട് ഡിസ്ജോയിന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A equal to set of all x such that x is a natural number. B equal to set of all x such that x is an even natural number. And C equal to set of all x such that x is an odd natural number. And D equal to set of all x such that x is a prime number. Okay, നമുക്ക് ആദ്യം A, B, C, D എന്ന് പറഞ്ഞ സെറ്റ്സ് റോസ്റ്റർ ഫോമിൽ എഴുതാം. എന്നിട്ട് 1 by 1 ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. എ നാച്ചുറൽ നമ്പർ. ഇപ്പൊ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന നമ്പേഴ്സ്. അപ്പൊ നമുക്ക് എക്ക് എങ്ങനെ എഴുതാം? റോസ്റ്റർ ഫോമിൽ 1, 2, 3, 4 എക്സെട്ര കുത്തിട്ടാ മതി. ബി ഈക്വൽ ടു ഈവൺ നാച്ചുറൽ നമ്പർ. ഈവൺ നമ്പേഴ്സ് ഏതൊക്കെയാ? 2, 4, 6, 8 എക്സെട്ര. സി ഈസ് ഓഡ് നാച്ചുറൽ നമ്പർ, ദാറ്റ് ഈസ് 1, 3, 5, 7 എക്സെട്ര. X is a prime number 2, 3, 5, 7 etc. അപ്പോൾ നമ്മൾ എ ബി സി ഡി ഇതിനെ റോസ്റ്റർ ഫോമിൽ എഴുതി. എല്ലാ നാച്ചുറൽ നമ്പറും ഇവിടെ ഈവൺ ആയിട്ടുള്ള നാച്ചുറൽ നമ്പർ മാത്രം, ഇവിടെ ഓഡ്, ഇവിടെ പ്രൈം നമ്പേഴ്സ്. ഫസ്റ്റ് ഫൈൻഡ് എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എല്ലാ നമ്പേഴ്സും ഉണ്ടായിരിക്കും, ഈവൺ നമ്പർ മാത്രം. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്താ വരിക? 2, 4, 6, 8 അതൊക്കെ കോമൺ ആണ് അല്ലെ. അപ്പൊ 2, 4, 6 ഇതാണ് എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ്. ദാറ്റ് മീൻസ് 2, 4, 6 നമ്പേഴ്സ് എന്താണ്? എക്സ് ഈസ് എ ഈവൺ നാച്ചുറൽ നമ്പർ. നെക്സ്റ്റ് എ ഇന്റർസെക്ഷൻ സി. എ ഇന്റർസെക്ഷൻ സി എന്താ? എയിലും സിയിലും വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? 1, 2 ഇല്ല, പിന്നെ 3, പിന്നെ 5, പിന്നെ 7. That means x such that x is an odd natural number. എല്ലാ ഈവൺ നാച്ചുറൽ നമ്പറും എന്താണ്? നാച്ചുറൽ നമ്പർ ആണ്. നെക്സ്റ്റ് എ ഇന്റർസെക്ഷൻ ഡി അല്ലെ. എല്ലാ പ്രൈം നമ്പറും നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട്
എന്താണ് എ ഇന്റർസെക്ഷൻ ഡി ഈക്വൽ ടു എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ അല്ലെ. 2, 3, 5, 7 ഇതൊക്കെ ഇതിലുള്ള എലമെന്റ്സ് തന്നെയാണ്. അപ്പൊ ഇതിലുള്ള എല്ലാ എലമെന്റ്സും ഏതിലുണ്ടായിരിക്കും? ഇതില് ഉണ്ടായിരിക്കും. ഹെൻസ് എക്സ് എ ഇന്റർസെക്ഷൻ ഡി ഈക്വൽ ടു ഡി. നെക്സ്റ്റ് ബി ഇന്റർസെക്ഷൻ സി. ബിക്കും സിക്കും കോമൺ ഉണ്ടോ? ബി എന്ന് പറഞ്ഞാൽ ഈവൺ നമ്പേഴ്സ് ആണ്. സി എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പേഴ്സ്. ഈവണും ഓടും ഡിഫറെന്റ് അല്ലേ? ഇപ്പൊ എന്തില്ല? ബിയിലും സിയിലും കോമൺ എലമെന്റ്സ് ഇല്ല. ഹെൻസ് എംപ്റ്റി സെറ്റ്. ബി ഇന്റർസെക്ഷൻ ഡി. ബിയും ഡിയും ഇതിലേതാണ്? 2 ഒഴികെയുള്ള എല്ലാ ഈവൺ നമ്പേഴ്സും എന്തല്ല? പ്രൈം നമ്പേഴ്സ് അല്ല. അതുകൊണ്ട് ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഏത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ? സെറ്റ് 2 മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓൺലി ഈവൺ പ്രൈം നമ്പർ ഈസ് 2. നെക്സ്റ്റ് സി ഇന്റർസെക്ഷൻ ഡി. സിയിലും ഡിയിലും കോമൺ ആയിട്ടുള്ളത് നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാൻ സാധിക്കില്ല അല്ലെ. സി 3, 5, 7 എക്സെട്ര എന്നിട്ട് ചിലപ്പോൾ 9 വരും. പക്ഷെ 9 എന്തല്ല? പ്രൈം നമ്പർ അല്ല. അതുകൊണ്ട് അതിന് നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഓഡ് പ്രൈം നമ്പർ. അപ്പോ സിന്റെ ഓഡ് ഇവിടുത്തെ പ്രൈം രണ്ടും ആയിരിക്കണം. അപ്പോൾ എക്സ് ഈസ് ഓഡ് പ്രൈം നമ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആർ ഈസ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആൻഡ് ക്യൂ ഈസ് സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. ദെൻ വാട്ട് ഈസ് ആർ മൈനസ് ക്യൂ? നമുക്കറിയാം റിയൽ നമ്പേഴ്സ് മീൻസ് റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും ചേർന്നാലാണ് എന്താകുക? റിയൽ നമ്പർ ആകുക. അപ്പൊ റിയൽ നമ്പേഴ്സിൽ നിന്നും റാഷണൽ നമ്പേഴ്സ് ഒഴിവാക്കിയാൽ അവിടെ ബാക്കി ഏത് നമ്പേഴ്സ് ആണുള്ളത്? ഇറാഷണൽ നമ്പേഴ്സ് ആണുള്ളത് അല്ലെ. റാഷണലും ഇറാഷണലും ചേർന്നാലാണ്, അതിന് രണ്ടിനെയും യോജിപ്പിച്ചാലാണ് റിയൽ നമ്പേഴ്സ് കിട്ടുക. അപ്പൊ റിയൽ നമ്പേഴ്സിൽ നിന്നും റാഷണൽ നമ്പേഴ്സ് അങ്ങ് ഒഴിവാക്കിയാൽ അവിടെ ബാക്കിയുള്ളത് ഇറാഷണൽ നമ്പേഴ്സ് ആണ്. സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ്. നെക്സ്റ്റ് x equal to set ABCD, y equal to FBDG. Find x minus y. x minus y. ABCD. ഇവിടെ B ഉണ്ട് D ഉണ്ട്. അപ്പൊ x minus y എന്താ കിട്ടുക? B യും D യും ഒഴിവാക്കിയാൽ ബാക്കി AC. y minus x. y minus x ല് ഇവിടെയുള്ള ഇവിടുത്തെ എലമെന്റ്സ് ഒഴിവാക്കിയാൽ BD ഇവിടെ ഉള്ളത് കൊണ്ട് അത് ഒഴിവാക്കിയാൽ ബാക്കി കിട്ടുക FG. നെക്സ്റ്റ് എക്സ് ഇന്റർസെക്ഷൻ വൈ. എക്സിലും വൈയിലും കോമൺ ആയിട്ടുള്ളത് AC ഇല്ല, പിന്നെ FGയും രണ്ടിലും ഇല്ല. പിന്നെ ഏതാ ഉള്ളത്? സെറ്റ് BD. നെക്സ്റ്റ് ഹോംവർക്ക്. X is a natural number and multiple of 3. Multiple of 3 means 3, 6, 9, 12. അതാണ് 3ന്റെ മൾട്ടിപ്പിൾ. X is a natural number less than 6. Less than 6 പറഞ്ഞാൽ 1, 2, 3, 4, 5 വരെ. C equal to set of all x such that x is a natural number and 6 less than x less than 10. 6നും 10നും ഇടയിലുള്ള നമ്പേഴ്സ് 7, 8, 9. റൈറ്റ് ABC ഇൻ റോസ്റ്റർ ഫോം. ഇപ്പൊ പറഞ്ഞതാണ്. വെരിഫൈ A ഇന്റർസെക്ഷൻ B യൂണിയൻ C ഈക്വൽ ടു A ഇന്റർസെക്ഷൻ B യൂണിയൻ A ഇന്റർസെക്ഷൻ C. പിന്നെ മറ്റേ വെരിഫൈ ദാറ്റ് A ഇന്റർസെക്ഷൻ B ഇന്റർസെക്ഷൻ C ഈക്വൽ ടു A ഇന്റർസെക്ഷൻ B ഇന്റർസെക്ഷൻ C. അപ്പൊ Aയും Bയും Cയും നമുക്കറിയാം. അപ്പോൾ ഇത് വെരിഫൈ ചെയ്യാം. നെക്സ്റ്റ്, സ്റ്റേറ്റ് വെദർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ട്രൂ ഓർ ഫോൾസ്. ഇത് രണ്ടും ഡിസ്ജോയിന്റ് സെറ്റ്സ് ആണെന്ന്. 2, 3, 4, 5. ഇവിടെയും 3 ഉണ്ട്. അപ്പൊ A ഇന്റർസെക്ഷൻ B ഈക്വൽ ടു സെറ്റ് 3. എംപ്റ്റി അല്ലല്ലോ. അപ്പൊ ഇത് ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്ന് പറയുന്നത് കറക്റ്റ് അല്ല. ഇത് രണ്ടും ഡിസ്ജോയിന്റ് ആണോ നോക്കുക. അപ്പോൾ ഡിസ്ജോയിന്റ് ആണെങ്കിൽ ട്രൂ ആണ്, അല്ലാത്തൊക്കെ എന്താണ്? ഫോൾസ് ആണ്. ഈവൺ നാച്ചുറൽ നമ്പർ ആൻഡ് എക്സ് ഈസ് എൻ ഓഡ് ഇന്റിജർ. ഈവൺ നാച്ചുറൽ നമ്പറും ഓഡ് നാച്ചുറൽ നമ്പറും. അപ്പോൾ അതെന്താണ്? A ഇന്റർസെക്ഷൻ B ഈസ് എംപ്റ്റി സെറ്റ്. ദാറ്റ് ഈസ് ദീസ് ടു സെറ്റ്സ് ആർ ഡിസ്ജോയിന്റ് സെറ്റ്സ്. താങ്ക് യു.